ഉണ്ണി വാടാ. ഉച്ചക്കുട്ടാ ഉച്ചക്കുട്ടാ വാ. ചെതാ വണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. വാ. എന്താ ലൈറ്റ് ഓഫ് ആക്കിയില്ല? ഇതിലേക്ക് നോക്ക്. സലാം പറ. അലൈക്കും സലാം. ഒന്നും മറന്നിട്ടില്ല. സമയം വൈകുമ്പോഴേക്കിനും വെക്കം പൊക്കം അല്ല വേഗം പൊക്കം. വാലേക്കും സലാം. ഒരു കോൾഗറ്റ് വാങ്ങിച്ചു പോയോ? അങ്ങനെ എൻ്റെ മക്കൾ മദ്രസയ്ക്ക് പോയി. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. എന്ത് പറയുന്നു എല്ലാവരും? സുഖങ്ങളൊക്കെ തന്നെ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ കുറേ ദിവസമായി രാവിലെ ഇത്ര നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. മീൻസ് മക്കളിനെയൊക്കെ മദ്രസയ്ക്ക് വിട്ടിട്ട് ഞാൻ വീണ്ടും കിടക്കലാണ് പതിവ്. അപ്പോൾ ഇന്ന് തോന്നി, കുറേ ദിവസമായി നമ്മൾ വീഡിയോ എടുത്തിട്ട്, അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് തോന്നിയിട്ടാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിയിലൊക്കെ വന്നൊന്ന് നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ഒന്ന് ആസ്വദിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? മക്കളൊക്കെ മദ്രസയ്ക്ക് വേണം, ഞാൻ കാണിച്ചു തരാവേ. എൻ്റെ മക്കളൊക്കെ പോയിട്ടോ. അതാ ഇപ്പുറത്തെ വീട്ടിലൊക്കെ പോലെ. അപ്പോൾ അവരൊക്കെ മദ്രസയ്ക്ക് പോയി. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ തിരക്കാണ്. അപ്പോൾ നമ്മൾ എന്താണ്, എവിടേക്കാണ് പോവുക? പൂജി പറയണ പോലെ നമ്മളിനി അടുക്കളയ്ക്ക് പോകണം. അപ്പോൾ ദാ സൂര്യൻ ഉദിച്ചുയർന്നിട്ടൊന്നും ഇല്ല കേട്ടോ. സൂര്യനൊക്കെ വരാനാവണേ ഉള്ളൂ. കണ്ടില്ലേ, ചെമ്മാനം പൂത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി എന്തായാലും അടുക്കളയ്ക്ക് പോകാം. എന്താണ് അവിടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ നോക്കിയിട്ട് വന്നാലോ? പോവാ. ഓക്കേ. ഓരോരുത്തരായിട്ടൊക്കെ മദ്രസയ്ക്ക് പോവുകയാണ് കേട്ടോ ആൾക്കാർ. അപ്പോൾ നമ്മുടെ പരിസരം കണ്ടില്ലേ, കാണാത്തവരൊക്കെ കണ്ടോട്ടെ. ഈ വാഴത്തോട്ടം നമ്മുടെയാണോന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആകണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അല്ല കേട്ടോ, ഇത് നമ്മുടെ ഒന്നല്ല. തൊട്ടിപ്പുറത്തൊരു ഒരു ഭാഗത്തൊരു മാഷുണ്ട്. ആ മാഷിൻ്റെയാണ് ഈ വാഴത്തോട്ടം. എങ്കിലും ഇതിലുണ്ടായ വാഴക്കായും പഴമൊക്കെ നമുക്ക് തരാറുണ്ട് കേട്ടോ അവർ. അങ്ങനെയൊക്കെ ഓരോ ഗുണങ്ങളുണ്ട്. അപ്പം എന്തായാലും നമുക്ക് വീട്ടിനകത്തോട്ട് പോയാലോ? എൻ്റെ തിരുമാന്ത രാവിലെ എണീറ്റത് നിങ്ങൾ കാണണ്ടെന്ന് വിചാരിച്ചു. ഇത്തിരി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എന്ത് പറയുന്നു? എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ലാ, എനിക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ഒരു മോർണിംഗ് റുട്ടീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ പ്ലീസ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഇടുക. അപ്പോൾ ലൈക്ക് ഇടാൻ മറന്നിട്ടാണെന്ന് എനിക്കറിയാം എന്തായാലും. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മോർണിംഗ് റുട്ടീൻ ഒന്ന് കണ്ടാലോ? അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് എടുക്കാനൊരു മൂഡില്ലടോ. അതാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര ഒന്നാമത്തത് വീഡിയോസൊന്നും അങ്ങനെ കയറാറില്ല ഇപ്പോൾ കുറച്ചായിട്ട്. പിന്നെ ഓരോരോ കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ എടുത്തിട്ടേ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മക്കൾ മദ്രസയ്ക്ക് പോകണ ആ ടൈമിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് രാവിലെ ചായയൊക്കെ വെച്ച് കുടിക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. നല്ല കാറ്റാണ്, അതുകൊണ്ട് എപ്പോഴും നമ്മൾ ജനലൊക്കെ അടച്ച് വെച്ചിട്ട് ആണ് ഉണ്ടാവല്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതാണ്, രക്ഷയില്ല, നല്ല കാറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ പാലൊക്കെ തിളച്ചപ്പോൾ അതാ ചായക്ക്
പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ മാവായിരുന്നു. അപ്പോൾ 2 ദിവസത്തിനാണ് നമ്മൾ അരച്ച് വെക്കാറുള്ളത്. അപ്പോൾ ദോശയും ചമ്മന്തിയൊക്കെ ആക്കാം എന്ന് ഞാൻ വിചാരിച്ചു. മക്കൾ മദ്രസയിൽ പോയില്ലേ, അപ്പോൾ അവർ വരുമ്പോഴേക്കിനും 1 മണിക്കൂറുള്ളൂ കേട്ടോ പഠിപ്പ്. 2 മണിക്കൂറുണ്ട്, പക്ഷേ എങ്കിലും സ്കൂളിലേക്ക് പോണ ദിവസമൊക്കെ 1 മണിക്കൂർ പഠിച്ചിട്ട് വരും. അപ്പോൾ 8 മണിയാകുമ്പോഴേക്കും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ അവർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കിനും. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തൊട്ട് വീട്ടിലൊരു കുട്ടിയുണ്ട്, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവളുടെ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഈ ഒരു പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പഴത്തിൻ്റെ പേര് അവൾ പറയണത്, അവളുടെ വീട് കോട്ടയത്താണ്. അപ്പോൾ ഈ പറയണത് ഇത് ഞാൻ നമ്മുടെ ഈ ഒരു മാർക്കറ്റിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സുന്ദരിപ്പഴം എന്നാണ്. നല്ല സുന്ദരമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ പഴം. നല്ല ടേസ്റ്റുമാണ്, ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതുമാത്രമല്ല നല്ല മധുരമുള്ളൊരു പഴം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഷുഗറുകാർക്കൊക്കെ നല്ലതാണെന്നാണ് അവൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനത് കഴിച്ച് 2-3 തവണ ഇതുപോലെ അവൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാം കേട്ടോ, നന്നായിട്ടുണ്ടാകും. അപ്പോൾ ചെറിയൊരു പഴമാണ് കേട്ടോ. ഇതിൽ കാണുമ്പോൾ കുറച്ച് വലിപ്പം തോന്നും, പക്ഷേ കണ്ടില്ലേ കുഞ്ഞു കുട്ടിൻ്റെ എൻ്റെ റംസാൻ മോൻ്റെ കയ്യിൽ വെച്ച അത്രയും അത്രയേ ഉള്ളൂ ഈ വലിപ്പം. പക്ഷേ ഇതിൽ കാണുമ്പോൾ ഒത്തിരി വലിപ്പം തോന്നുന്നുണ്ടെന്നേ ഉള്ളൂ. വേഗം പോ, ഇന്നലെ തന്നെ സമയമായിട്ടുണ്ട്. പൊക്കുണ്ണി ഇല്ല, ഒന്നുമില്ല, പൊക്കോ, സമയമായിട്ടുണ്ട്, പൊക്കോ. വാലേക്കും സലാം. ഇനി അടുത്തത് റംസാൻ. അത് പിന്നെ നമുക്ക് അടുത്താണല്ലോ അല്ലേ. എൻ്റെ മോള് പോയി. അയ്യോ, എന്തൊരു സ്നേഹം എൻ്റെ മോനിക്ക്. അപ്പോൾ സുന്ദരി പഴമൊക്കെ കഴിച്ചിട്ട് അവൾ യാത്രയായിട്ടുണ്ട്. അവളെന്തായാലും സ്കൂളിലേക്ക് പോയി. ഇനിയിപ്പോൾ അടുത്തത് റംസാനെയാണ്. അവനിക്ക് കുറച്ച് ടൈം ഉണ്ടല്ലോ, പിന്നെ അടുത്തുമല്ലേ. അപ്പോൾ ഞാനൊരു ചായ രാവിലെ വെച്ചത് ഇത്ര നേരമായിട്ടും കുടിച്ചിട്ടില്ല ഗൈസ്. അവൾ സ്കൂളിൽ പോയിട്ടാണ് ഞാൻ പിന്നെ കുടിച്ചത് കേട്ടോ. അപ്പോഴേക്കിനും ചായ ഏകദേശം ആറിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ കുടിച്ചു. അവിടെ നിന്നിട്ട് എന്തൊക്കെയോ എന്താ പറയുക, ഷോ ഇറക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇനി വെറും ഒരു ചായ മാത്രമാണ് കേട്ടോ കുടിച്ചിട്ടുള്ളൂ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അതൊക്കെ ഇനി റംസാൻ പോയി കഴിഞ്ഞ ശേഷമാണ് ഞാൻ കഴിക്കുക കേട്ടോ. അപ്പോഴാണ് നല്ലോണം, അപ്പോഴേക്കും വിശക്കും. എന്തായാലും മക്കളൊക്കെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ റെഡി ആയിട്ട് നിൽക്കുകയാണ് റംസാൻ. ദേ വരുന്നു ഗൈസ്, ഞങ്ങൾ സ്കൂളിലേക്ക് പോവാണ്. എൻ്റെ പൊന്നു മോനെ കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ. ചാവിയൊക്കെ എടുത്തിട്ട് പോവാണ്. വീട്ടിലാരും ഇല്ല കേട്ടോ. വെളിയിലേക്ക് ഇറങ്ങിയാൽ പിന്നെ കാറ്റാണെന്ന് അറിയാലോ. റംസാൻ അവിടെ എത്തി. റംസാൻ റംസാൻ ഹായ് പറ. നല്ല കുട്ടിയല്ലേ, നമ്മുടെ കുട്ടിയല്ലേ, ഒന്ന് പറഞ്ഞേക്ക്. എന്നാ ഉമ്മച്ചി ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഞാൻ പറഞ്ഞ കേട്ടില്ല, ഉമ്മച്ചി മിണ്ടില്ല കേട്ടോ. നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇപ്പം നോക്ക്. ഞാൻ മിണ്ടില്ല, പോർന്നു എനിക്ക് നിൽക്ക്. ഹായ് പറഞ്ഞു വരും. അപ്പോൾ വീടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങും. കാണുന്നില്ലേ? അയ്യോ, അപ്പോൾ വീടെത്തിയിട്ടുണ്ട്. ഇനി ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങണം. ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അത്
എല്ലാ യൂട്യൂബേഴ്സിനും നേരിടുന്ന ഒരു പ്രോബ്ലം ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. സംഭവം വേറൊന്നല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഈ തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെ അവൾ ഇരിക്കുന്നത്. അപ്പോൾ അവൾക്കും യൂട്യൂബ് ചാനലുണ്ട്. അപ്പം എന്താ വെച്ചാൽ എനിക്കും അവൾക്കും ഒരേ ദിവസം മോണിറ്റൈസേഷൻ ആയതാണ് ചാനൽ. കീർത്തി എൻ്റെ വീഡിയോയിലും ഷോർട്സിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും, അവളുടെ കമൻസുകൾ ഏറെ ഉണ്ട്. അപ്പം അവൾക്ക് ഇന്നലെ ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ടാ യൂട്യൂബിനെ സംബന്ധിച്ചിട്ട്. എന്താണെന്ന് വെച്ചാൽ അവൾ ഒരു $10, എനിക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ കയറുന്നത് ഒരേപോലെ അല്ലല്ലോ. അപ്പോൾ അവൾക്ക് $10 ആയപ്പം പിൻ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത് ചെയ്യാൻ കുറച്ച് ലാഗായിട്ടുണ്ടായിരുന്നു. കാരണം അവൾക്കറിയില്ല യൂട്യൂബ് നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്തു തന്ന ആളാണല്ലോ ഇതൊക്കെ ചെയ്യേണ്ടത്. സ്വയം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ആൾ ഇത്തിരി നോക്കാൻ വൈകിയത് കൊണ്ട് ഒരു മാസമൊക്കെ മേലെ ആയിട്ടുണ്ടായിരുന്നു. $10 ആയി കഴിഞ്ഞ ശേഷം ഞാൻ നേരത്തെ കൊടുത്തത് കൊണ്ട് എൻ്റെ $10 ആയത് ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആൾ അത് വേഗം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ ആൾക്ക് വർക്ക് ആയതുകൊണ്ടായിരിക്കാം അവളുടെ $10 ആയിട്ട് മെസ്സേജ് വിട്ടതൊന്നും വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് വിട്ടതൊന്നും ആൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലാഗായിട്ട് കുറച്ച് ദിവസം ഒന്ന് വൈകി. എന്നിട്ട് ഒരു ദിവസം ഡോളർ എന്തായിന്ന് നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ എടുത്തിട്ട് ഏണിങ്സിൽ പോയിട്ട് നോക്കിയപ്പം അതിൽ ഒരു ഏണിങ്സിൽ നമ്മൾ ഡോളറിൻ്റെ ഒരു പേജേ കാണുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലെ ലാഗാക്കണവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ. കാരണം നമ്മുടെ ഒരുപാടായിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടായില്ല, പക്ഷേ ഡോളറൊക്കെ പോയിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ബേജാറായി, ചേച്ചി അത് എൻ്റെ ഒരു പേജേ കാണുന്നില്ലല്ലോ, ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര വിഷമമായി. പിന്നെ നമുക്ക് അറിയില്ല അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ആളിനെ തന്നെ കോണ്ടാക്ട് ചെയ്തു കേട്ടോ. കോണ്ടാക്ട് ചെയ്തിട്ട് നോക്കിയപ്പോൾ പിന്നെ ആൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്തായാലും എടുത്തിട്ട് അതിന് റിപ്ലൈ തന്നു കേട്ടോ. ഞാൻ ശരിയാക്കാം, അതിലെന്തോ എഴുതിയത് എന്താന്ന് പോലും ഞങ്ങൾക്ക് അതറിയും, പക്ഷേ അത് നോക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞങ്ങളൊപ്പം ഒരു ദിവസം ചാനൽ തുടങ്ങി, ഒറ്റ ദിവസം തന്നെയാണ് മോണിറ്റൈസേഷൻ ഒരുപോലെ ആയത്. അപ്പോൾ അവളുടെ മാത്രം അങ്ങനെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ദിവസം ഞാൻ വൈകുന്നേരം വരെ അവളെ നോക്കാനുള്ള മടി കൊണ്ട് ഞാൻ അവളുടെ അടുത്തേക്ക് പോയിട്ടേ ഉണ്ടായിരുന്നില്ല. പടച്ചോനെ വേഗം ഒന്ന് ശരിയായാൽ മതിയായിരുന്നു എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനും അയാളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ റിപ്ലൈ ഒന്നും തന്നില്ല. പിന്നെ അവൾ തന്നെ എഴുതിയതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്ക്. പിന്നെ അതെന്തോ ഒരു ഭാഗ്യം ആളത് ചെയ്തിട്ട് വൈകുന്നേരം ഒരു 6 മണി അങ്ങാണ്ട് ആ ടൈം ആയപ്പോൾ പിന്നെ അത് ശരിയായിട്ടാ. അൽഹംദുലില്ലാ. ഭയങ്കര പേടിയായിരുന്നു അവൾക്ക്. ചേച്ചി ഇത്രയും ദിവസം കഷ്ടപ്പെട്ടത് പോവുമോ ചേച്ചി എൻ്റെ എന്താണെന്ന് വെച്ചാൽ കൂടുതലും നമ്മൾ വീഡിയോസ് ഒന്നും ഇടാറില്ല. എൻ്റെ കൈ കടയണം. വീഡിയോസ് ഒന്നും ഇടാറില്ലെങ്കിൽ കൂടി ഒരു ദിവസം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇതുണ്ടായത്. അപ്പോൾ നിങ്ങളിതുപോലെ ലാഗ് ആക്കണവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളുക. അതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. ഈ പണികളുടെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ $10 ആയിട്ട് മെല്ലെ മതി എന്ന് വിചാരിക്കണവരുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ പിന്നെ ഞാൻ മെയിലെടുത്ത് നോക്കിയപ്പോൾ ഫ്യൂ ഡേയ്സ് അതിൽ കാണിച്ചിട്ടുണ്ട് പ്രോസസ്സ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ അതൊക്കെ നോക്കണത് കേട്ടോ. കാരണം അവൾക്ക് മെയിൽ എങ്ങനെയാണ് വന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ മെയിലെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് $10 വന്ന സമയത്ത് ഉള്ള ആ മെയിൽ നോക്കിയപ്പോഴാണ് അതിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ചെയ്യണം എന്നുള്ളതുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ആയത്. അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കിയാലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇനി കുറച്ച് പണികളുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും നമ്മുടെ കൂട്ടുകാരിൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ കൈ കടയുന്നതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. അയ്യോ, അടിച്ചു ഒരു തുടച്ച് വൃത്തിയാക്കിയതാണ് ഇന്നലെയൊക്കെ. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് ഒരു പണിയില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ നോമ്പൊക്കെ ആയില്ലേ, ഒരുപാട് അലക്കാനും
ഒക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നോമ്പൊക്കെ ആയിട്ട് ഇനി ഒരുപാട് വീഡിയോസൊന്നും അങ്ങനെ കാണില്ലെങ്കിലും ഇടാൻ ശ്രമിക്കാം കേട്ടോ. എന്താണെന്നറിയോ, വയ്യാണ്ടാവുമല്ലോ, അറിയാമല്ലോ എല്ലാവർക്കും. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ.